പ്രിയപ്പെട്ടവരെ, മിഡിൽ ഈസ്റ്റിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയൊരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ $5 ട്രില്യൺ നൽകേണ്ടതുണ്ട്. അതല്ല, ഇപ്പോൾ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ $2.5 ട്രില്യൺ നൽകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും ഇപ്പോൾ ചിലവായിട്ടുള്ളത് ഒരുപക്ഷെ ഇതിന്റെ 1% മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്രയും ഭീമമായൊരു സംഖ്യയാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, യൂറോ ഏഷ്യ ഡയലിയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒമാനി ജേർണലിസ്റ്റ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ റിസർച്ചർ സാലിം അൽ ജൗഹരി അദ്ദേഹം BBC-യുടെ അറബിക് ചാനലിൽ നൽകിയ കൺഫേംഡ് റിപ്പോർട്ട്സ് ആണ് ഇത് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈസ് ഡിമാൻഡിങ് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെക്കുന്ന ഡിമാൻഡ് either $5 trillion to continue the war, യുദ്ധം തുടർന്നു പോകാൻ $5 ട്രില്യൺ വേണം, or $2.5 ട്രില്യൺ ആസ് പേയ്മെന്റ് ഫോർ എൻഡിങ് ഇറ്റ്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ $2.5 ട്രില്യൺ വേണം. എന്തിനാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ $2.5 ട്രില്യൺ? ഇത് ബില്യൺ അല്ല, ട്രില്യൺ ആണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അമേരിക്കക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അമേരിക്കൻ സൈനികർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ, ഇതെല്ലാം നികത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ ഒരു സംഖ്യ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇത്രയും സമയം അമേരിക്ക അവരുടെ രാഷ്ട്രത്തിന് നൽകിയ സെക്യൂരിറ്റിക്കാണ് ഈ പണം അടക്കാൻ ആവശ്യം. ഈ വാർത്തയിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുദ്ധം ആർക്ക് വേണ്ടി നടത്തിയതാണ് എന്നാണ്. ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി ആരാണ് ട്രംപിന്റെ പിന്നിൽ ചരട് വലിച്ചിട്ടുള്ളത്? ട്രംപ് അമേരിക്കയിൽ ആദ്യം ഭരണം ഏറ്റ് രണ്ടാമത് ജോ ബൈഡൻ വരുന്ന സമയത്ത് അറബ് രാഷ്ട്രങ്ങളെല്ലാം വിമുഖത കാണിച്ചു. ട്രംപ് ജയിച്ചു വരാൻ വേണ്ടി അവരെല്ലാം പണം നൽകി. കാരണം എന്തായിരുന്നു? ഇറാനെ തീർത്തു തരാൻ ട്രംപിന് മാത്രമേ കഴിയൂ. അത്തരത്തിലുള്ള നിലപാട് ട്രംപിന് മാത്രമേ എടുക്കാൻ കഴിയൂ. അറബ് രാഷ്ട്രങ്ങൾക്ക് ഇറാനെ തീർത്ത് കളയണം, അതിന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരണം. ഇതായിരുന്നു GCC രാഷ്ട്രങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന അജണ്ട. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള വിലപേശലാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാലങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ യുദ്ധം ആർക്ക് വേണ്ടിയാണ് നടത്തിയത്? കാരണം അവരോട് പേ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ യുദ്ധം നിർത്താനും കണ്ടിന്യൂ ചെയ്യാനും അതുപോലെ നിർത്താനുമെല്ലാം അവരാണ് പേ ചെയ്യേണ്ടത് എന്ന് വരുമ്പോൾ ഇത് ഒരു ഏജൻസിയായി അമേരിക്ക ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നടത്തിയ യുദ്ധമായിരുന്നു. ഇറാൻ ആണവായുധം കരസ്ഥമാക്കിയാൽ അറബ് രാഷ്ട്രങ്ങൾ GCC രാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് അറബ് രാജാക്കന്മാർ മനസ്സിലാക്കിയത് കൊണ്ട് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രയേലിനെയും ഉപയോഗപ്പെടുത്തി യുദ്ധം ചെയ്തതായിരുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഖത്തറിന്റെ ഗ്യാസ് പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇതിനെതിരെ ഖത്തർ അമേരിക്കയെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഖത്തർ പറഞ്ഞത്, ഞങ്ങൾ പലതവണ പറഞ്ഞതാണ് ഇറാന്റെ ഗ്യാസ് മേഖലയിലോ എണ്ണ കേന്ദ്രങ്ങൾക്കോ നേരെ ആക്രമണം നടത്തരുത് എന്ന്. കാരണം ഇറാൻ അതേ രീതിയിൽ തിരിച്ചടിച്ചാൽ ഞങ്ങളുടെ എണ്ണയും ഗ്യാസുമായിരിക്കും നശിക്കുക. അതുകൊണ്ട് അത്തരം ഒരു അബദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അമേരിക്കയും ഇസ്രയേലും യുദ്ധം ചെയ്യുമ്പോൾ ആരായിരുന്നു ഇതിന് പിന്നിൽ ചരട് വലിച്ചത്? ഏതെല്ലാം സ്ഥലങ്ങൾ ആക്രമിക്കണമെന്ന് ഈ അറബ് രാഷ്ട്രങ്ങളായിരുന്നു ഇസ്രയേലിനും അമേരിക്കക്ക് മുന്നിൽ പ്ലാൻ തയ്യാറാക്കി കൊടുത്തിരുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ GCC രാഷ്ട്രങ്ങൾക്കെതിരെ ഇറാൻ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇറാന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ നിന്ന് അവരെല്ലാം ഉൾവലിയുന്നു. പണം നൽകി അമേരിക്കയോടും ഇസ്രയേലിനോടും ഇറാനെ തകർക്കാൻ ആവശ്യപ്പെടുന്നു. ഇതായിരുന്നു മറകൾക്ക് പിന്നിലുണ്ടായിരുന്നത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരികയാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ ഞങ്ങളാരും നേരിട്ട് പങ്കാളികളല്ല എന്ന് പറഞ്ഞാൽ ഇറാൻ തിരിച്ച് ഈ രാഷ്ട്രങ്ങളെ ആക്രമിക്കുകയില്ല, അമേരിക്കയെയും ഇസ്രയേലിനെയും മാത്രം അവർ ആക്രമിക്കും എന്ന് ഒരുപക്ഷെ
GCC രാഷ്ട്രങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇറാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ശരിയാം നിലയിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക ഇറാഖിൽ ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണത്തിന് പൂർണ്ണമായും പണം നൽകിയത് ആരായിരുന്നു എന്നത് പരമസത്യമാണ്. അതുപോലെ സിറിയയിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഒരു പ്രഭാതത്തിൽ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ 60-ൽ ചില്ലാനം ടോമഹാക്ക് മിസൈലുകൾ സിറിയയിലെ ബഷാർ ഭരണകൂടത്തിനെതിരെ ഉപയോഗിച്ചപ്പോൾ ആ ആക്രമണം കഴിഞ്ഞ ഉടനെ GCC രാഷ്ട്രങ്ങളോട് ട്രംപ് പറഞ്ഞത് പേ ചെയ്യാനായിരുന്നു. യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളിലെല്ലാം നടന്ന യുദ്ധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നു? എന്നാൽ ഇതിലെല്ലാം താത്വികമായും അടിസ്ഥാനപരമായും നേട്ടമുണ്ടാക്കിയത് ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയുമാണ്. എന്നാൽ GCC അറബ് രാഷ്ട്രങ്ങൾക്ക് അവരുടെ രാജാക്കന്മാർക്ക് ഇരിപ്പിടം നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു അയൽ രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രം വളർച്ചയിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രം ഉയർന്നു വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. സിറിയ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ലിബിയയിലെ ഖത്താഫി ആണെങ്കിലും വളർന്നു വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഭയം ഇതൊക്കെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി അവർക്ക് പിന്നിൽ അണിനിരന്നാൽ ഈ രാഷ്ട്രങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. അവരെയെല്ലാം ഇല്ലാതാക്കി കളയണമെന്ന പ്രധാനപ്പെട്ട അജണ്ടയ്ക്ക് പിന്നിൽ ആരായിരുന്നു എന്ന ചോദ്യം വീണ്ടും ഇവിടെ ഉയർന്നു വരികയാണ്. എന്നാൽ അറബ് രാഷ്ട്രങ്ങൾക്ക് ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ. കാരണം അവർ പതിറ്റാണ്ടുകളായി നേടിയെടുത്ത സാമ്പത്തിക സോഴ്സുകളെയാണ് ഇറാൻ വേട്ടയാടുന്നത്. ഒന്നിനു പിന്നിൽ ഒന്നായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 2 രൂപത്തിലാണ് ഇറാൻ മറുപടി നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇറാനെ തകർക്കുക എന്നതിന് പിന്നിൽ നിങ്ങളുടെ പണമാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ പണങ്ങളുടെ സോഴ്സുകൾ ഞങ്ങൾ തീർത്തു തരാം എന്ന് ഇറാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പണം വെച്ചാണ് അമേരിക്ക തടിച്ചു കൊയ്ത്തിരുന്നത്. എന്നാൽ അമേരിക്ക ഇത് വെച്ച് തടിച്ചു കൊയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വെടിക്ക് 2 ലക്ഷ്യങ്ങളെയാണ് ഇറാൻ ഇതിലൂടെ തകർത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ സാഹചര്യം ഈ പേർഷ്യൻ കടൽ അടച്ചതോടുകൂടെ അവർക്ക് എക്സ്പോർട്ടിങ്ങോ ഇമ്പോർട്ടിങ് എല്ലാ സംവിധാനങ്ങളും നിലച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും എത്തുന്നില്ല. മാത്രമല്ല, അവർ വിറ്റഴിക്കുന്ന എണ്ണ ഈ ഗൾഫ് ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മാത്രമല്ല, അവരുടെ എണ്ണ റിഫൈനറികൾ പോലും ഇപ്പോൾ തകർക്കപ്പെടുകയാണ്. ഇതവരുടെ ഭാവി തന്നെ ഇരുളടഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നവർക്കറിയാം. അവർ വിചാരിച്ച പോലെ പണം നൽകിയാൽ അമേരിക്കയും ഇസ്രയേലും ഇറാനെ തൂത്തെറിയും തകർത്തെറിയും എന്നായിരുന്നുവെങ്കിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോയിരിക്കുകയാണ്. ഇറാൻ എന്ന് പറയുന്ന അമേരിക്ക എപ്പോഴും ഭീതിയോടെ അറബ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്ന ഇറാൻ അത് അമേരിക്കയെ കൊണ്ടോ ഇസ്രയേലിനെ കൊണ്ടോ തകർക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഇപ്പോൾ ഈ രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അതീവ സമ്മർദ്ദമാണ് ഈ രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇവിടെയാണ് വിലവേശുന്നത്. ഞങ്ങൾ ഇത്ര നാൾ യുദ്ധം ചെയ്തതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഈ നഷ്ടങ്ങൾ ഒരു നയാകാശ് പോലും അമേരിക്ക അതിന്റെ പിന്നിൽ നിൽക്കുകയില്ല. അതെല്ലാം നിങ്ങൾ അടച്ചുകൊള്ളണം എന്നാണ് ഇതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, സൗദി അറേബ്യയുടെയും ഇസ്രയേലിന്റെയും ആവശ്യപ്രകാരമാണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്ക കടന്നു വരുന്നത് എന്ന്. അവർ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഈ എണ്ണ റിഫൈനറി അടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അമേരിക്കയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത്. സൗദി അറേബ്യ പരമാവധി ഇറാനെ അടിക്കണമെന്നും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് വരെ അവർക്കെതിരെ അതിശക്തമായ അടി നൽകണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ ആയിരുന്നു. എന്നാൽ അറബ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യുദ്ധം അവസാനിപ്പിക്കലാണ്. അതാണ് അവർക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം കൂടുതൽ അടിസ്ഥാന സാമ്പത്തിക സോഴ്സുകൾ തകരാതെ സംരക്ഷിക്കാൻ കഴിയും. അതേ സമയത്ത് യുദ്ധം കൊണ്ടുപോയി ഇറാനെ തകർക്കുക എന്നതാണ്. അതിനവർ കൂടുതൽ പണം ചെലവഴിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരുപക്ഷെ അവരുടെ സോഴ്സുകളൊക്കെ അതിനിടയിൽ അടിച്ചു തീർക്കുകയും ചെയ്യും. മാത്രമല്ല, ഇറാനിൽ അത് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നത് മറ്റൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക ഇറാനിൽ അവരുടെ കരസേനയെ ഇറക്കാനുള്ള പദ്ധതി ഇടുന്നുവെങ്കിൽ അത് GCC രാഷ്ട്രങ്ങൾക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. കാരണം അത് നേരിട്ട് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ
ഒരുപക്ഷെ വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കൻ സൈന്യത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ അമേരിക്കക്ക് കൂടുതൽ ട്രില്യൺ ഡോളറുകൾ ഈ രാഷ്ട്രങ്ങൾ വെച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സാമ്പത്തികമായി വലിയ രൂപത്തിലുള്ള പരാജയം നേരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഈ രാഷ്ട്രങ്ങൾക്ക് 5 ട്രില്യൺ ഡോളർ നൽകുക എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രങ്ങളെ തൂക്കി വിൽക്കുന്നതിന് സമാനമായിരിക്കുമെന്നറിയാം. ഈ അടുത്ത കാലത്തൊന്നും ഈ രാഷ്ട്രങ്ങൾക്ക് ഉന്നതിയിലെത്താൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തായിരുന്നാലും കടലിനും ചെകുത്താനിനും ഇടയിൽ ഇപ്പോൾ ഈ രാഷ്ട്രങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ലോകത്ത് ഇനി ഒരു രാഷ്ട്രവുമില്ല. കാരണം അവർ ഈ കഴിഞ്ഞ വർഷങ്ങളിലായി ചെയ്തു കൂട്ടിയ ഒരുപാട് തിന്മകളുണ്ട്. അമേരിക്കയെയും ഇസ്രയേലിനെയും ഉപയോഗപ്പെടുത്തി അറബ് രാഷ്ട്രങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിലും ഉണ്ടാക്കി വെച്ച ഒരുപാട് ചതികളുടെ കഥകളുണ്ട്. അതിന്റെ എല്ലാം തിക്തഫലം ഇപ്പോൾ ഈ രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും അതുപോലെ ഇസ്രയേലും ആക്രമണം നടത്തുമ്പോഴും ഞങ്ങൾ ഒരിക്കലും അതിൽ പങ്കാളികളല്ലെന്ന് പറയുമ്പോഴും ഇറാൻ കൃത്യമായ ആക്രമണം ഈ രാഷ്ട്രങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അമേരിക്കക്കും ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം. പക്ഷേ അവസാനിപ്പിക്കണമെങ്കിൽ അവർക്ക് ഈ പണം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ യുദ്ധം മുന്നോട്ട് പോയാൽ തീർച്ചയായും അമേരിക്കയുടെ പ്രതാപം നഷ്ടപ്പെട്ടു പോകും. ഈ സാഹചര്യത്തിൽ തന്നെ അമേരിക്കയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. ദീർഘമായ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഇറാന് ജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അമേരിക്ക ജയിച്ചേക്കാം. അടുത്ത ഭാവിയിൽ അമേരിക്കക്ക് ലോക പോലീസ് എന്ന ഒരു പദവി നഷ്ടപ്പെടും. അവര് 2ാം തലങ്ങളിലേക്കോ 3ാം തലങ്ങളിലേക്കോ ലോക സമ്പദ്ഘടനയിലും മാത്രമല്ല സൈനിക ശക്തിയിലും മാറുമെന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ആ തലങ്ങൾ കീഴടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അവർക്ക് ലോകത്തെല്ലാം സമാധാനം കൊണ്ടുവരാൻ സൈനികപരമായി ഇടപെടാനുള്ള കഴിവ് ഇല്ല എന്ന കാര്യം ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുകയാണ്. ഇതോടെ അമേരിക്ക ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ലോക പോലീസ് എന്ന പദവി നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത് അമേരിക്കക്ക് ഏറെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണം വാങ്ങി മെല്ലെ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതുകൊണ്ട് തന്നെ അവർ അത്തരം ഒരു നീക്കങ്ങളിലേക്ക് പോകാനായിരിക്കും സാധ്യത. അറബ് രാഷ്ട്രങ്ങൾക്ക് എണ്ണ വിൽപ്പനയിൽ മാത്രമല്ല അവർക്ക് ഭക്ഷണം പോലും എത്താത്ത ഒരു സാഹചര്യം ഉടനെ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നത് അവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുകയാണ്. ലോകത്തെ വലിയ ഫിലോസഫറും അതുപോലെ പുടിന്റെ സ്വന്തക്കാരനുമായ അലക്സാണ്ടർ ദൂഗിൻ പറഞ്ഞ ഒരു വാക്കിന് വളരെയധികം പ്രസക്തി ഉള്ളതാണെന്ന് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ചരിത്രത്തിൽ എന്തുമാത്രം വലിയ പ്രതാപമുള്ള ഒരു സമുദായമായിരുന്നു. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണോ അവരുടെ കയ്യിൽ അവരുടെ സുരക്ഷ ഏൽപ്പിച്ചു എന്നത് അവർ ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ തിന്മയും തെറ്റുമായിരുന്നു. ഇന്ന് അവർ അപമാനിക്കപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഖത്തർ കഴിഞ്ഞ ദിവസം പറയുന്നത് അവരുടെ ഗ്യാസ് പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമിച്ചപ്പോൾ അവർ 26 ബില്യൺ ഡോളർ ചെലവഴിച്ച് 2 വർഷം മുമ്പാണ് ഈ പ്ലാന്റ് ഉണ്ടാക്കിയതെങ്കിൽ എന്നാൽ ഇപ്പോൾ 20 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ആ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല വർഷങ്ങളോളം അത് പുനർക്രമീകരിക്കാൻ കഴിയില്ല എന്നും ഖത്തർ പറയുകയാണ്. സാമ്പത്തികമായി എവിടേക്കാണ് ഈ രാഷ്ട്രങ്ങൾ പോകുന്നത്? ഇങ്ങനെ 5 ട്രില്യൺ ഡോളർ ഈ രാഷ്ട്രങ്ങൾ ഓഹരി വെച്ചെടുത്ത് അമേരിക്കക്ക് നൽകിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രങ്ങളുടെ ഭാവി എന്തായിരിക്കും? ഈ സാമ്പത്തിക സോഴ്സുകളെല്ലാം നഷ്ടപ്പെട്ട ഈ രാഷ്ട്രങ്ങൾ ഇങ്ങനെ ഒരു പണമടക്കേണ്ട ഘട്ടം വന്നാൽ ഈ രാഷ്ട്രങ്ങളെ തൂക്കി വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല.